കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ യഹോവയിലേക്ക് നോക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിനായി കാത്തിരിക്കും. യഹോവയായ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് പകലും പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. യാചനയ്ക്ക് മറിഞ്ഞിരിക്കാത്ത സർവശക്തനായ ഒരു കർത്താവുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ആ യേശു ക്രിസ്തുവിനെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പാൻ അവിടുന്ന് നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുവീൻ, വണങ്ങി നമസ്കരിക്കാൻ നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുവാൻ, സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലുവാൻ, സങ്കീർത്തനങ്ങളോടെ ഘോഷിപ്പാൻ അവിടുന്ന് നമ്മെല്ലാം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ നീതിമാന്മാരുടെ പാത അറിയുന്നു. സഹോദരങ്ങളെ, എങ്ങനെ മുൻപോട്ട് പോകണമെന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ പാതകളെ അറിയുന്ന ദൈവം. യഹോവഭക്തനായ പുരുഷനാർ അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ഞാൻ അവനെ കാണിച്ചു കൊടുക്കും. വഴി കാണിക്കുന്ന ഒരു ദൈവം, വഴി ഒരുക്കുന്ന ദൈവം, ദുർഘടങ്ങളെ നിരപ്പാക്കുന്നവൻ, നമുക്ക് മുമ്പായി പുറപ്പെടുന്നവൻ, സകലത്തെയും നിയന്ത്രിക്കുന്നവൻ, സകലത്തിൻ്റെ എല്ലാവർക്കും കാരണഭൂതവനുമായവൻ, ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ വാഴ്ത്തപ്പെട്ട കർത്താവ്. ആർക്കും കൂടെ ഇരിക്കാൻ പറ്റാത്തപ്പോൾ, എല്ലാവരും മാറിപ്പോയപ്പോൾ, മറന്നുപോയപ്പോൾ, തള്ളിക്കളഞ്ഞപ്പോൾ, നമ്മെ തള്ളിക്കളയാത്ത, ഉപേക്ഷിക്കാത്ത വാഴ്ത്തപ്പെട്ട കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാം. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം വഴി നടത്താൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ താഴ്ത്തി ഏൽപ്പിക്കുക. ഒരു അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടാൻ ലജ്ജിക്കുന്നില്ല. ദൈവം നമ്മുടെ ദൈവമാണ്. ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മെ കരുതുന്ന ദൈവമാണ്. ശക്തീകരിക്കുന്ന ദൈവമാണ്. ആരും പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ, എല്ലാ സഹായങ്ങളും അസ്തമിക്കുമ്പോൾ, ഉയരത്തിലെ കൈനീട്ടി നമ്മളെ ശക്തിയോടെ മുൻപോട്ട് കൊണ്ടുപോയി തുട്ട സിംഹാസനങ്ങളെ തകർത്ത് കളയുന്ന ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുക. കണ്ടാലും ലോകത്തിൻ്റെ അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടുകയില്ല എന്ന് അരുളിച്ചെയ്ത ആ ശബ്ദം എപ്പോഴും കേൾക്കണം. ഒറ്റപ്പടിയിൽ വരുമ്പോഴാണ് ആ ശബ്ദത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുന്നത്. ഞാൻ നിന്നെ കൈവിടില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ട്, ഞാൻ നിൻ്റെ ദൈവമായ യഹോവയാകുന്നു. എൻ്റെ കരം കുറുതായിപ്പോയോ? ഞാനാകുന്നു എന്നരുളിച്ചെയ്യുന്ന ദൈവശബ്ദം. ആരംഭത്തിൽ തന്നെ അവസാനം അറിയുന്നവൻ, പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ള അറിയിക്കുന്നു. അവരുടെ ആലോചന ശാശ്വതമായും അവിടുത്തെ ഹൃദയവിചാരങ്ങൾ തലമുറ തലമുറയായും ഇരിക്കുന്നു. വീഴുന്നവരെയൊക്കെ താങ്ങുന്ന ദൈവം, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ദൈവം, ഓരോ ജഡത്തിനും അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ, കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾക്ക് അതതിൻ്റെ ആഹാരം കൊടുക്കുന്നവൻ. നോക്കൂ, ഒരു കാക്കയുടെ കൂട്ടിൽ നിന്ന് ആ കാക്കക്കുഞ്ഞ് വിശന്ന് വേണ്ടി കരയുമ്പോൾ കിലോമീറ്റർക്കപ്പുറത്ത് ആ ശബ്ദം ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി
അതിനു വേണ്ടത് നൽകിക്കൊടുക്കുന്ന ഒരു ദൈവം നമ്മളെ അറിയാതിരിക്കുമോ? നമ്മളെ കാണാതിരിക്കുമോ? നമ്മളെ മറന്നു പോകുമോ? എത്ര പേർക്ക് ധൈര്യത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? കരുതുന്ന ഒരു ദൈവമുണ്ട്, തുറക്കുന്ന ഒരുവനുണ്ട്, ഇറങ്ങി വരുന്നവനുണ്ട്. അവിടുത്തെ കരം ഇന്നും വെളിപ്പെടുകയാണ്. സങ്കീർത്തനങ്ങൾ 9:19 വാക്യം, യഹോവേ എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലനാകരുത്, ജാതികൾ നിന്റെ സന്നിധിയിൽ വിധിക്കപ്പെടുമാറാകട്ടെ. ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കുമെന്നും അവിടുത്തെ അത്ഭുതങ്ങൾ ഒക്കെ വർദ്ധിക്കുമെന്നും ദൈവത്തിൽ സന്തോഷിച്ചുല്ലസിക്കുമെന്നും ഒക്കെ പറഞ്ഞിട്ട് താഴോട്ട് വരും. യഹോവ പീഡിതന് ഒരഭയസ്ഥാനം, കഷ്ടകാലത്ത് ഒരഭയസ്ഥാനം തന്നെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ദൈവം കഷ്ടകാലത്ത് ഒരഭയസ്ഥാനമാണ്. ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാൻ അവരുടെ നാമം ബലമുള്ള ഗോപുരവാടം. ഏതു പ്രതിസന്ധിയിലും കഷ്ടങ്ങളുടെ തീച്ചുളയിലും ഓടിച്ചെന്നണയാൻ പറ്റുന്ന ഒരിടമുണ്ട്. അത് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയാണ്. ഒരു സങ്കീർത്തനക്കാരൻ പീഡിപ്പിക്കപ്പെടുന്ന നിലയിൽ ആയിരിക്കുമ്പോൾ താൻ പറയും, യഹോവേ കരുണ ഉണ്ടാകണമേ, മരണവാതിലുകൾ തന്നെ ഉച്ചരിക്കുന്നവനെ എന്നൊക്കെ പറഞ്ഞിട്ട് തനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കുഴിയിൽ ഉണ്ടാക്കിയവർ താണുപോയി. അവർ ഒളിച്ചു വെച്ച വലയിൽ അവരുടെ കാൽ അകപ്പെട്ടു. യഹോവ തന്നെ താൻ ന്യായവിധി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമ്മുടെ കുറിവാക്യം ഒന്ന് ശ്രദ്ധിക്കൂ. യഹോവേ എഴുന്നേൽക്കണമേ, ദൈവത്തെ ഓർപ്പിച്ചുണർത്തുക. എഴുന്നേൽക്കണമേ, മർത്യൻ പ്രബലനാകരുത്, ബലമില്ലാത്തവനാകരുത്. കാരണം യേശു പടകിൽ കിടന്നുറങ്ങുകയാണ്. ശക്തമായ തിരകൾ അടിച്ചു, പടക് മുങ്ങിപ്പോകുമാറ് വെള്ളം അതിനകത്തേക്ക് കയറാൻ തുടങ്ങി. പക്ഷെ യേശു വന്നിട്ട് എഴുന്നേറ്റില്ല. വള്ളത്തിനകത്തേക്ക് വന്നിട്ട് യേശു അനങ്ങില്ല. പക്ഷെ അടുത്ത സെക്കൻഡ് നിങ്ങൾ നോക്കൂ, നാഥാ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ അങ്ങയ്ക്ക് വിചാരമില്ലയോ എന്ന് അവർ ഉറക്ക നിലവിളിച്ചപ്പോൾ യേശു എഴുന്നേറ്റു. നിലവിളിക്കുന്നവന് വേണ്ടി, സഹായം ചോദിക്കുന്നതിന് വേണ്ടി. ആ കരച്ചിലിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി, കാറ്റേ അടങ്ങൂ, കടലെ ശാന്തമാകൂ എന്ന് പറയുന്ന ആ ശബ്ദത്തിൻ്റെ മുമ്പാകെ അടിച്ചുയർന്ന ചില തിരകൾ താണുപോയെങ്കിൽ, അനങ്ങാതെ നിന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, യഹോവേ എഴുന്നേൽക്കണമേ, യഹോവേ എഴുന്നേൽക്കണമേ, ഞങ്ങളുടെ ബലം നഷ്ടപ്പെടരുത് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കുകയാണ്. അതുകൊണ്ടാണ് 12-ാം സങ്കീർത്തനത്തിൽ ഈ പ്രാർത്ഥനയുടെ ഒരു റിസൾട്ട് ദാവീദ് പറയുന്നു. 5-ാം വാക്യമാണെന്ന് തോന്നുന്നു, അവിടെ എഴുതിയിട്ടുണ്ട്, എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും. യഹോവേ എഴുന്നേൽക്കണമെന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ ദാവീദ് പറയുന്നു, പീഡയും ദീർഘമായ ശ്വാസത്തിൻ്റെ അർത്ഥം, ദീർഘമായി ശ്വാസം വിടില്ലേ, അതിന് ദൈവം അതിൻ്റെ അർത്ഥം അറിയുന്നു. നമ്മുടെ ദീർഘനിശ്വാസത്തിൻ്റെ അർത്ഥം പോലും അറിയുന്നവൻ നമുക്ക് വേണ്ടി എഴുന്നേൽക്കുകയാണ്. മറ്റൊരിടത്ത് ഇതേ ദാവീദ് പറയുന്നു, ദൈവം എഴുന്നേൽക്കുന്നു. 68-ാം സങ്കീർത്തനം, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. പ്രാർത്ഥിക്കുന്നവന് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്. യെശയ്യാ 33 പറയുന്നു, അവിടെ വ്യക്തമായി ദൈവാത്മാവ് എഴുതിയിട്ടുണ്ട്,
എന്താണ്? വായിച്ചു നോക്കൂ. പരിശുദ്ധാത്മാവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം വളരെ സത്യമാണ്. ബലം ക്ഷയിക്കുന്ന പ്രിയപ്പെട്ടവർ നിൽക്കുവാൻ പറ്റത്തില്ലെന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ 2-ാം വാക്യമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. 33 യഹോവേ, ഞങ്ങളോട് കൃപയുണ്ടാകണമേ, ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു. രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയുമായിരിക്കണമേ. എന്നിട്ട് പറയുന്നു, കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി. അതിൻ്റെ 3-ാം വാക്യം ശ്രദ്ധിക്കൂ. നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി. ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, മഹത്വം ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം എഴുന്നേൽക്കും. ചിതറേണ്ടത് ചിതറും, ഉരുകേണ്ടത് ഉരുകും, തകരേണ്ടത് തകരും, മാറേണ്ടത് മാറും, തുറക്കേണ്ടത് തുറക്കും, വെളിപ്പെടേണ്ടത് വെളിപ്പെട്ടു വരും. ഇന്നു പകൽ വിളിച്ചു പറ, യഹോവേ എഴുന്നേൽക്കണമേ. ദൈവത്തിൻ്റെ ഭുജത്തെ ഉണർത്തി, യഹോവയുടെ ഭുജമേ ഉണരുക ഉണരുക. യെശയ്യാ പ്രവചനത്തിൽ അങ്ങനെ വാക്യമുണ്ട്. യഹോവയുടെ ഭുജത്തെ ഉണർത്തുകയാണ്. ഉണരുക ഉണരുക എന്ന് പറയുമ്പോൾ ആ ഭുജത്തിൻ്റെ ശക്തി വെളിപ്പെടുകയാണ്. വെട്ടേണ്ടതിനെ വെട്ടുവാൻ, തകർക്കേണ്ടതിനെ തകർക്കുവാൻ ആ ഭുജം വെളിപ്പെടുകയാണ്. നന്ദിയോടെ സ്തോത്രം ചെയ്തിട്ട് പറ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ഫാമിലിയിൽ, ഇന്ന വ്യക്തിക്ക് വേണ്ടി, എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി ഒക്കെ ഒന്ന് എഴുന്നേൽക്കണമേ. ഞങ്ങളുടെ വിഷയം വളരെ സങ്കീർണമാണ്. ദൈവമേ എഴുന്നേൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങൂ. ദൈവം എഴുന്നേൽക്കാൻ പോകുക. സർവശക്തിയുള്ള ദൈവമേ, സർവജ്ഞാനിയായ ദൈവമേ, ഉന്നതനായ ദൈവമേ, ഞങ്ങളുടെ ദീർഘശ്വാസം നിമിത്തം, ഞങ്ങളുടെ ബലം ക്ഷയിക്കുമ്പോൾ, ഞങ്ങൾ തളരുമ്പോൾ, ഞങ്ങളുടെ പ്രാർത്ഥനയും നിലവിളിയും കേട്ട് എഴുന്നേൽക്കുന്ന ഒരു ദൈവം, ആഴങ്ങളിൽ നിന്ന് തിരികെ കയറ്റുന്നവൻ, ആഴിയിൽ പാതയൊരുക്കുന്നവൻ, സൗഖ്യമാക്കുന്നവൻ, യഥാസ്ഥാനപ്പെടുത്തുന്നവൻ, തെറ്റിപ്പോയ ചില ട്രാക്കുകളിൽ നിന്ന് യഥാസ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് മടക്കി വരുത്തി, ആ ട്രാക്കിലേക്ക്, ദൈവത്തിൻ്റെ ട്രാക്കിലേക്ക് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരുന്നതിനായി സ്തോത്രം. ചിലത് അമർച്ചയാക്കുന്ന, ചിലതിനെ ശാസിക്കുന്ന ദൈവപ്രവർത്തിക്കായി സ്തോത്രം. സകല മഹത്വവും അങ്ങയുടെ പാദപീഠത്തിങ്കൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, എഴുന്നേൽക്കുന്ന ഒരു ദൈവമുണ്ട്, ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്, പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം ഞങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. ഞങ്ങളത് വിശ്വസിക്കുന്നു. ഈ വചനങ്ങളാൽ അവന് സഹായിക്കട്ടെ. ക്രിസ്തുവൻ നിങ്ങളുടെ സഹോദരൻ ബിജു.